അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? രണ്ടാമത്തെ വില്ലൻ്റെ കാര്യത്തിലല്ലേ. അത് വേറൊന്നുമല്ലായിരുന്നു, എൻ്റെ റെസ്യൂമിലുണ്ടായിരുന്ന ടൈം ഗ്യാപ്പായിരുന്നു. 2021 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഞാൻ 2023 വരെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ നേരിട്ട പ്രധാന പ്രശ്നം. ഒരുവിധം കമ്പനികളൊന്നും ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ അവർ എടുക്കുകയാണെങ്കിൽ തന്നെ അത് 2023 പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്തിരുന്നു. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ പോയിട്ടുണ്ട്. എന്നാലും ഡെയിലി ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്യും. ഇൻ്റർവ്യൂ കോൾസിനേക്കാൾ കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത് റിജക്ഷൻ മെയിൽസ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഓണത്തിൻ്റെ അന്ന് എനിക്കൊരു കോൾ വരുന്നത്. അത് ഞാൻ പണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു കമ്പനിയുടെ HR ആയിരുന്നു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് വന്നോളാൻ പറഞ്ഞു. ജോലി കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് അതേ HR വിളിച്ചിട്ട് പറഞ്ഞത്, സോറി ഞങ്ങൾക്ക് നിങ്ങളെ എടുക്കാൻ പറ്റില്ല, കന്നഡ അറിയാവുന്ന ആളെ തന്നെയാണ് പ്രിഫർ ചെയ്യണത് പറഞ്ഞു. എനിക്ക് കന്നഡ അറിയില്ല എന്നുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ ഇവരോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതൊരു ചെറിയ കമ്പനി ആയതുകൊണ്ട് അക്കൗണ്ട്സിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ടാവും. അപ്പോൾ കന്നഡ മസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ച ജോലിയും പോയി. അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാലഡോൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അടുത്ത അരമണിക്കൂറിൽ ഇൻ്റർവ്യൂ ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വേഗം പൊടി തട്ടിയിട്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. എന്നിട്ട് ഇൻ്റർവ്യൂവിൽ എന്താണ് ഉണ്ടായെന്നുള്ളത് ഞാൻ അടുത്തൊരു പാർട്ടിൽ പറയാം.